നമസ്കാരം കൂട്ടുകാരെ. ടോപ്പ് റാങ്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ജൂലൈ മാസം റെക്കോർഡ് ഓഫ് നമ്പർ ഓഫ് എക്സാംസ് ആണ്. ഒരുപാട് ഡ്രൈവർ എക്സാംസ്, ഫോഴ്സിന്റെ, പിന്നെ ഫോഴ്സ് എക്സാംസ്, ഇപ്പൊ വരാൻ പോകുന്ന എക്സൈസ് മുതൽ CPO, ഫയർമാൻ, വനിതാ CPO, IRB, അങ്ങനെ ഒരുപാട് പരീക്ഷകളുണ്ടല്ലേ. അപ്പോൾ അതിനൊരു ബൂസ്റ്റർ ആയിട്ട് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് താഴത്തെ ഫസ്റ്റ് കമന്റിലെ നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് അറിയാൻ പറ്റും. CAയുടെ ഒരു കോഴ്സ് ഉണ്ട് 2024 തൊട്ട് ഇതുവരെ ഉള്ള എല്ലാ 2025 PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് ചോദ്യം വരാൻ പോകുന്ന ഒരു ചോദ്യം ഞങ്ങളായിട്ട് ഒന്ന് ഇട്ട് തരികയാണ്, ചൂണ്ട കൊരുത്തി നോക്കുകയാണ്. അത് പരീക്ഷയ്ക്ക് വരുമ്പോൾ അത് ചൂണ്ട മീന് പിടിക്കുമല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രതീക്ഷയോടെ ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം, മതരംഗത്ത് പോർച്ചുഗീസുകാർക്ക് പരാജയത്തിന് കാരണമായ സംഭവം ഏതാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഉദയംപേരൂർ സുന്നകദോസ്, കൂനൻ കുരിശ് സത്യാഗ്രഹം, ട്വിങ്കിൾ ടാബ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളൂരിക്കും. ട്വിങ്കിൾ ടാബ് പഠിക്കാനുള്ളതാണ്. മൈസൂർ ആക്രമണം. ഇതിൽ ഏതാണ് ഉത്തരം? മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിന് കാരണമായ സംഭവം ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം പറഞ്ഞുതരാം, എക്സ്പ്ലനേഷൻ തരാം. ഉത്തരം കൂനൻ കുരിശ് സത്യാഗ്രഹമാണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 4 കുറിച്ച് അറിയണം. PSC പരീക്ഷയിൽ ഒരു ഓപ്ഷൻസ് വന്നു കഴിഞ്ഞെങ്കിൽ ആ 4 ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ ആദ്യം ഇതിന്റെ ഉത്തരമായ ആ ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, വെയിലടിക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ് കേട്ടോ ഇത് ഈ സമയത്ത് അങ്ങനെ വരുന്നത്. ഈ സുന്നകദോസിന്റെ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ച് സുറിയാനി ക്രിസ്ത്യൻസ് അവരുടെ ഈ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മട്ടാഞ്ചേരിയിലെ ഒരു പഴയ കുരിശിന് മുമ്പ് ചെയ്ത പ്രതിജ്ഞ, അതായത് ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ ഒരിക്കലും സുറിയാനി ക്രിസ്ത്യൻസ് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത സത്യാഗ്രഹ സമരവും പ്രതിജ്ഞയുമാണ് ഈ കൂനൻ കുരിശ് സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. അതായത് അവർ കൂനൻ കുരിശ്, ആ പറയുന്ന കുരിശിന്റെ മുമ്പ്, മട്ടാഞ്ചേരിയിലെ കുരിശിന്റെ മുമ്പ്, പഴയ കുരിശിന്റെ മുമ്പ് വെച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതായത് ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല എന്ന് ശക്തമായ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തത് AD 1653 ജനുവരി 3 രണ്ടിൽ 3 ഉണ്ട്, വർഷം ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ഈ കൂനൻകുരിശ് സത്യാഗ്രഹത്തിന്റെ പ്രധാനമായ കാരണം എന്ന് വെച്ചാൽ ബാബിലോണിയൻ ബിഷപ്പായ മാർ ഹാറ്റല്ല എന്ന ബിഷപ്പിനെ പോർച്ചുഗീസുകാർ വധിച്ചു എന്ന ഒരു വാർത്ത പ്രചരിച്ചു തുടങ്ങി. അതാണ് ഈ കൂനൻകുരിശ് സത്യാഗ്രഹത്തിന് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെയാണ് മതരംഗത്ത് പോർച്ചുഗീസുകാർ പരാജയത്തിന് കാരണമായ സംഭവം എന്ന് ചോദിച്ചാൽ കൂനൻകുരിശ് സത്യാഗ്രഹമാണ്. കൂനൻകുരിശ് സത്യാഗ്രഹം. അതോടൊപ്പം നമ്മൾ പഠിച്ചിരിക്കണം ഉദയംപേരൂർ സുന്നകദോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചിരിക്കണം. അതായത് കേരളത്തിലെ ക്രിസ്ത്യൻസിനെ റോമുമായിട്ട് വിധേയത്വമുള്ള ക്രിസ്ത്യൻസായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഉദയംപേരൂരിൽ വെച്ച് നടന്ന ഒരു സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നകദോസ് എന്ന് അറിയപ്പെടുന്നത്. AD 1599 വർഷം. മറ്റത് 1653 ജനുവരി 3 അതിന് അധ്യക്ഷത വെച്ച് അലക്സ് ഡി മെനിസിസ് ആണ്. ശ്രദ്ധിക്കുക, കൂനൻകുരിശിനെ കുറിച്ചും ഉദയംപേരൂരിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് PSC വന്നിട്ടുണ്ട്. സോ അത് ഇമ്പോർട്ടന്റ് ആണ് എന്നൊരു കാര്യം മനസ്സിലാക്കുക. 813 പേര് അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നൊരു കാര്യം കൂടെ പഠിക്കുക. നമുക്ക് എങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്ന് പഠിച്ചോളാം. എന്തിനാ അത് മാത്രം ബാക്കിയിട്ടേക്കണം? അത് പഠിക്കണം. ഒന്ന് ശ്രദ്ധിക്കുക, എന്താണ് ട്വിങ്കിൾ ടാബ് എന്ന് പഠിക്കാം. നാഗർകോവിൽ ഉൾപ്പെടെയുള്ള തെക്കൻ തിരുവിതാംകൂറിന്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പരിപോഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സാൽവേഷൻ ആർമിയുടെ നേതൃത്വത്തിലുള്ള മിഷണറി സംഘടനയാണ് ഈ ട്വിങ്കിൾ ടാബ്. നാഗർകോവിൽ ഉൾപ്പെടെയുള്ള തെക്കൻ തിരുവിതാംകൂറിന്റെ ഭാഗത്ത് നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പുനഃസ്ഥാപിക്കാൻ വേണ്ടി സാൽവേഷൻ ആർമിയുടെ മിഷണറി സംഘടനയാണ് ഈ ട്വിങ്കിൾ ടാബ് എന്നറിയപ്പെടുന്നത്. ഇത് പഠിച്ചോണം, ട്വിങ്കിൾ ടാബ്. മൈസൂർ ആക്രമണത്തെ കുറിച്ച് പറയണമെങ്കിൽ ഹൈദർ അലിയാണ് ആദ്യമായിട്ട് മലബാറിൽ ആക്രമണം അഴിച്ചുവിട്ടത് 1760. അതിനുവേണ്ടി മലബാറിൽ അദ്ദേഹത്തെ സഹായിച്ച ഭരണാധികാരി അലി രാജയാണ്. അയാളാണ് കോട്ട പിടിച്ചെടുക്കാനൊക്കെ ഹൈദരാലിക്ക് സഹായം ചെയ്തു കൊടുത്തത്. ഊഴിയം ചെയ്യുക, അതായത് ദ്രോഹം ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനുശേഷം 1773 ഹൈദരാലിയുടെ 2ാം ആക്രമണം മലബാറിൽ നടന്നു. ശേഷം തിരുവിതാംകൂറാണ് ആ സമയത്ത്, ട്രാവൻകൂറാണ് ഞാൻ ഉദ്ദേശിച്ചത്, TVM എന്നിട്ടേക്കണം. തിരുവിതാംകൂറാണ് ആ സമയത്ത് ഹൈദരാലിയുടെ ആക്രമണങ്ങളെ ശക്തമായി നേരിട്ടത്. ടിപ്പു സുൽത്താൻ വന്ന് ഏകദേശം മൊത്തം പിടിച്ചടക്കിയത് 1788. ടിപ്പു സുൽത്താന് വേണ്ടി ആ സമയത്ത് ഒരുപാട് കരാറുകളിൽ ഏർപ്പെട്ട ടിപ്പുവിന്റെ ഉദ്യോഗസ്ഥന്റെ പേരൊന്ന് പഠിച്ചിരിക്കുക, അർഷദ് ബെഗ് ഖാൻ.
മലബാർ റോഡുകളുടെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ടിപ്പു ആണേ. മലബാർ റോഡുകളുടെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ. ശരി, നമുക്ക് പഠിക്കാം. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കലാപങ്ങൾ നടന്ന സംസ്ഥാനങ്ങൾ, ഭാഗങ്ങൾ അതൊക്കെയാണ്. വെല്ലൂർ കലാപം എവിടെയാണ് നടന്നത്? തമിഴ്നാട്ടിലാണ് വെല്ലൂർ കലാപം നടന്നത്. ചോദിക്കും. പൈക കലാപം, പൈക കലാപം എവിടെയാണ് നടന്നത്? പൈക കേട്ടിട്ടുണ്ടോ? പൈക ബംഗാളിലാണ്. ബംഗാളിലാണ് പൈക കലാപം നടന്നത്. നീലം കലാപം എവിടെയാണ്? ബംഗാൾ. ഓക്കെ, ഇത് പൈക, സോറി പൈക മിസ്റ്റേക്ക് പറ്റി എനിക്ക്. ഒഡീഷയാണ് കേട്ടോ, ഡൗട്ട് അടിച്ചത്. ഒഡീഷയാണ്, പൈക ഒഡീഷയാണ്, അത് പഠിച്ചോണം. പൈക ഒഡീഷ. ഡെക്കാൻ കലാപം, ഡെക്കാൻ കലാപം നടന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയാണ് ഡെക്കാൻ കലാപം നടന്നത്. കുക നടന്നത് പഞ്ചാബിലാണ് കുക കലാപം നടന്നത്. ഫറാസി കലാപം ബംഗാളിലാണ് നടന്നത്. സാന്താൾ കലാപം നടന്നത് രാജ്മഹൽ കുന്നിലാണ്. രാജ്മഹൽ കുന്നിലെ എവിടെയൊക്കെ വെച്ചാൽ ബീഹാർ, ബംഗാൾ, ജാർഖണ്ഡ്. ബീഹാർ, ബംഗാൾ, ജാർഖണ്ഡ് എന്നീ പ്രദേശങ്ങളിലാണ് ഇത് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും പഠിക്കണം. ഇനി അടുത്ത മുണ്ട, കോൾ, അതൊക്കെ ആദിവാസി കലാപങ്ങളാണ്, അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതില് മുണ്ട കലാപം നടന്നത് ബീഹാറിലാണ്. മുണ്ട കലാപം ബീഹാറിലാണ് നടന്നത്. കോൾ കലാപം ചോട്ടാ നാഗ്പൂരിലാണ് കോൾ കലാപം നടന്നത്. ചോട്ടാ നാഗ്പൂർ പഠിക്കണം. ഖാസി കലാപം നടന്നത് മേഘാലയയിലാണ്. ഖാസി കലാപം മേഘാലയ. ഖോണ്ട് കലാപം, ഖോണ്ട് കലാപം നടന്നത് എവിടെയെന്ന് വെച്ചാൽ ഒഡീഷയിലാണ് കേട്ടോ. ഒഡീഷയിൽ നേരത്തെ ഒരെണ്ണം പഠിച്ചു, ഏതാണ്? ഇവിടെ പഠിച്ചു, പൈക കലാപം നടന്നത് അല്ലെ. ഖോണ്ട് കലാപം ഒഡീഷയാണ്. തേഫാഗ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ബംഗാളിലാണ് തേഫാഗ സമരം നടന്നത്. നാവിക കലാപം 1946 ബോംബെയിലാണ് നടന്നത്. ബോംബെ. തെലങ്കാന കലാപം നടന്നത് തെലങ്കാന അല്ല, ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്, അന്നൊന്നും തെലങ്കാന ഇല്ലായിരുന്നു. ഓക്കെ, ആന്ധ്രാപ്രദേശ്. അപ്പം കലാപങ്ങൾ പഠിക്കുക. വെല്ലൂർ കലാപം തമിഴ്നാട്, പിന്നെ അടുത്ത പൈക ഒഡീഷ, വേറൊന്നും കൂടെ ഉണ്ട്. ഒഡീഷ നമ്മൾ പഠിച്ചതാണ്. ഖോണ്ട് കലാപം ഒഡീഷയാണ്. പിന്നെ ഡെക്കാൻ കലാപം മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. നീലം കലാപം ബംഗാളിലാണ്. അടുത്ത കുക കലാപം പഞ്ചാബാണ്. കുക കലാപം പഞ്ചാബ്. ഫറാസി കലാപം ബംഗാളിലാണ്. ഫറാസി കലാപം ബംഗാൾ. സാന്താളില് BBJ, ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്. അതായത് രാജ്മഹൽ കുന്ന്. പിന്നെ മുണ്ട കലാപം ബീഹാറിൽ. കോൾ കലാപം ചോട്ടാ നാഗ്പൂർ. ഖാസി കലാപം ചോദിക്കും, മേഘാലയയാണ്. മേഘാലയ. ഖോണ്ട് കലാപം ഒഡീഷ. അപ്പൊ ഇതൊന്നും കൂടെ ഓർമ്മിക്കുക. പൈക കലാപം ഒഡീഷ. തേഫാഗ അതേപോലെ ഫറാസിയൊക്കെ ബംഗാള്. നാവിക കലാപം 1946 ബോംബെ. തെലങ്കാന കലാപം നടന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ക്ലിയർ ആയല്ലേ? ഇവിടെ ചൈനയിലെ മതങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷിൻഡോ, കൺഫ്യൂഷനിസം, തവോയിസം, ബെഹായി. 1, 2, 3, 4 ഓപ്ഷൻസ് തന്നിട്ട് ഓപ്ഷൻസ് ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം. 1, 2 ശരി, 2, 3 ശരി, 2, 3, 4 ശരി, 4 മാത്രം ശരി. പറ്റുമോ? ഇത് ഞാൻ ഇടാൻ കാര്യം ഇത് ഔട്ട് ഓഫ് സിലബസ് ഒന്നുമല്ല. ഷിൻഡോ എന്ന മതം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ അടുത്തിടെ ചോദിച്ചതാണ്, ജപ്പാനിലാണ്. അത് ചോദിച്ചതാണ്, LGSന്റെ എക്സ് സർവീസ്മാൻ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയത്. ചൈനയിലെ മതങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഇത് രണ്ടുമാണ്, കൺഫ്യൂഷനിസവും തവോയിസവും. ഇപ്പൊ 2, 3 ശരി. ഇതാണ് ശരിയായ ഉത്തരം. എക്സ്പ്ലനേഷൻ ഞാൻ തരാം. അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. നമുക്ക് റീസെന്റ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യണം. മതപരമായി ക്വസ്റ്റ്യൻസ് വരും. മതങ്ങൾ പഴയ PSCയുടെ ഒക്കെ ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ ഈ ബെഹായി എന്ന് പറയുന്ന ഇറാനാണ് കേട്ടോ. ഇറാനിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ് ബെഹായി. ഷിൻഡോ എന്ന് പറയുന്ന ജപ്പാൻ ചോദിച്ചതാണ്. കൺഫ്യൂഷനിസവും തവോയിസവും ചൈനയിലെ മതങ്ങളിലാണ്. ചൈനയിലാണ് അത് ഉരുത്തിരിഞ്ഞത്. ഹിന്ദു മതം ഇന്ത്യയിലും, ഇസ്ലാം മതം അറേബ്യയിലുമാണ്. ഓക്കെ, മതങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ടോപ്പിക്കിലുള്ളതാണ്, ഒളിഞ്ഞു കിടക്കുന്ന ഒരു പാഠഭാഗമാണ്. അന്താരാഷ്ട്ര സംഘടനകൾ, അതിനെക്കുറിച്ചൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതിൽ ഇപ്പൊ അടുത്തിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ലോക വ്യാപാര സംഘടനയാണ്. വ്യാപാര സംഘടന ചോദ്യങ്ങളൊക്കെയാണ്. 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കിക്കൊണ്ട് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നു. ലോകാരോഗ്യമല്ല, ലോക വ്യാപാര കേട്ടോ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, വ്യാപാര സംഘടന നിലവിൽ വന്നു. ഈ ഒരു ഓപ്ഷൻ ശരിയാണ്. ശരിയായവ കണ്ടുപിടിക്കാനാണ്. സ്ഥാപക രാജ്യത്തിൽ ഇന്ത്യയിലും ഉൾപ്പെടുന്നു. ശരിയാണ്. കാരണം ഈ 95 ജനുവരി 1 രൂപീകരിച്ചത്. ആ സ്ഥാപിച്ചപ്പോൾ ഉണ്ടായിരുന്ന അംഗരാജ്യങ്ങൾ ഒരെണ്ണം ഇന്ത്യയായിരുന്നു. ഇന്ത്യ അതിൽ ജോയിൻ ആയതും ഇതേ ദിവസം തന്നെയാണ്. ശരിയാണ്. മൊത്തം അംഗരാജ്യങ്ങൾ 171. ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് അത് തെറ്റാണ്. 164 ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് അഫ്ഗാനിസ്ഥാനാണ്. 23 അപ്ഡേറ്റ് വെച്ചാണ് ഞാൻ പറയുന്നത്, അഫ്ഗാനിസ്ഥാൻ. അപ്പൊ ഇതിന്
ഇതാണ് ഒന്നും രണ്ടും ശരി. അപ്പൊ ഇതിന്റെ നമുക്ക് അപ്ഡേറ്റ് പഠിക്കണം. ഇതിന്റെ മുൻഗാമി ഉണ്ടായിരുന്നതാണ് GATT. അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ്. അപ്പൊ ഈ ഗാട്ട് നിലവിൽ വന്നത് 1948 ജനുവരി 1-നാണ്. അതിന്റെ കരാർ ഏർപ്പെട്ടത്, നിലവിൽ വരാൻ വേണ്ടി കരാർ ഏർപ്പെട്ടത് 1947 ഒക്ടോബർ 30-നാണ്. ഈ ഡേറ്റ് പഠിച്ചോണം. ജനുവരി 1, എവിടെയും ജനുവരി 1, 95, ഇത് 48. ഇത് ചോദിച്ചിട്ടേ ഇത് ചോദിക്കൂ. ഇതായിരിക്കും ഇമ്പോർട്ടന്റ്. രൂപീകരിക്കാൻ കാരണമായ ഉച്ചകോടിക്ക് വേദിയായത് മാരക്കേഷ് ആണ്. മാരക്കേഷ് എന്ന് പറഞ്ഞാൽ മൊറോക്കോയിലാണ്. മൊറോക്കോ എന്ന രാജ്യത്തിലെ നഗരമാണ് മാരക്കേഷ്. 94-ലാണ് ഉച്ചകോടി നടന്നത്. പ്രകാരം 95 ജനുവരി 1-ന് നിലവിൽ വന്നു. 2019 ഒക്ടോബർ 7-ന് പ്രത്യേകതയുണ്ട്. ഈ ലോക വ്യാപാര സംഘടനയുടെ നേതൃത്വത്തിൽ വേൾഡ് കോട്ടൺ ഡേ ആയിട്ട് ആചരിച്ചത് 2019 ഒക്ടോബർ 7-നാണ്. ഇപ്പൊ നിലവിൽ 164 രാജ്യമുണ്ട്. അത് അഫ്ഗാനിസ്ഥാനാണ് ലേറ്റസ്റ്റ് രാജ്യം എന്നൊരു കാര്യം പഠിച്ചോണം. ഈ ഡേറ്റ് പഠിക്കണം. മിക്ക വേൾഡിൽ തുടങ്ങുന്ന എല്ലാ സംഘടനകളുടെ ആസ്ഥാനം ജനീവയാണ്. 4-മത്തെ ചോദ്യം നമുക്ക് പരിചയപ്പെടാം. നമുക്ക് വിപ്ലവങ്ങൾ പഠിക്കാനുണ്ടല്ലേ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, അല്ലെ, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, അങ്ങനെ കുറച്ചും കൂടെ ഒക്കെ ഉണ്ട്. എന്നാലും ഇതൊക്കെ പ്രധാനപ്പെട്ടാണ്. അപ്പൊ ഇതിലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ വരുന്ന പ്രധാനപ്പെട്ട 2 സംഭവങ്ങളാണ് ബോസ്റ്റൺ ടീ പാർട്ടിയും കോണ്ടിനെന്റൽ കോൺഗ്രസും. പഠിക്കണം. ഫ്രഞ്ച് വിപ്ലവത്തെ അതാ ഒരു ടോപ്പിക്കിനെ ചുരുക്കി തന്നേക്കാണ്. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വരാം, താരതമ്യം ചെയ്യാൻ, ചേരുമ്പടി ചേർക്കാൻ. ഫ്രഞ്ച് വിപ്ലവത്തിൽ പഠിക്കുന്ന ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയും ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ചയും, പിന്നെ സെപ്റ്റംബർ കൂട്ടക്കൊല. റഷ്യൻ വിപ്ലവത്തിൽ പഠിക്കുന്നത് രക്തസൂക്ഷിതമായ ഞായറാഴ്ച, ബ്ലഡി സൺഡേ, അല്ലെ. പിന്നെ ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഇതിലാണ് എന്നൊരു കാര്യം അറിയാതെ നിങ്ങൾ പഠിക്കരുത്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചൈനയുമായിട്ട് ബന്ധപ്പെട്ട ബോക്സർ കലാപം, ലോങ് മാർച്ച്, ഇത്രയും കാര്യങ്ങൾ തറമാക്കിയിരിക്കണം എന്നൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. പിന്നെ നമ്മൾ ഈ സിലബസിലുള്ള ഹിസ്റ്ററിയിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധമാണ്. ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും. ഫസ്റ്റ് വേൾഡ് വാറിലാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും വരുന്നത്. ഇതിൽ ആരൊക്കെയാണ് വരുന്നത്? 2-ാമത്തേലാണ് വരുന്നത് എന്താണ്, സഖ്യകക്ഷികളും അച്യുതണ്ട് ശക്തികളും സഖ്യ ശക്തികളും. അപ്പൊ ഇതില് ത്രികക്ഷി സഖ്യത്തിലാണ് ഈ ആസ്ട്രിയ ഹംഗറി എന്ന് പറയുന്ന ടീമും ഒറ്റപ്പെട്ട സംഘടനയാണ്. പിന്നെ ജർമ്മനിയും ഇറ്റലിയും വരുന്നത്. രണ്ടുപേരും ഒരുമിച്ചാണ് പറയുന്നത്, ആസ്ട്രിയ ഹംഗറി എന്ന് പറയുള്ളൂ. പിന്നെ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ വലിയ രാജ്യങ്ങളാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. റഷ്യ ഏറ്റവും വലുതല്ലേ. ബ്രിട്ടൻ ഭയങ്കര ശക്തിയല്ലേ. ഫ്രാൻസ് ഭയങ്കര ഫുട്ബോൾ കളിയല്ലേ. അപ്പൊ അത്രയും കിടുക്കമച്ചി രാജ്യങ്ങൾ സൗഹാർദ്ദത്തിലാണ് വരുന്നത്. ഇനി സഖ്യകക്ഷി, 2-ാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷിയിൽ വരുന്നത് ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈനയും കൂടെ വരും. ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന വരും. അച്യുതണ്ട് സഖ്യത്തിൽ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ വരും. ജപ്പാൻ അപ്പുറത്തെ ടീമിലാണ് എന്നൊരു കാര്യം മറന്നുപോകാതെ പഠിച്ചോണം കേട്ടോ. ജപ്പാനും ചൈനയും അപ്പുറം ഇപ്പുറമാണെന്ന് പഠിച്ചോണം. കോഡായിട്ട് വേണമെങ്കിൽ പഠിക്കാം. BFC, ജിഗ്, DFR. ഇത് ബാക്കിയുള്ളത് പഠിക്കണം. ഇത് നമുക്ക് പഠിക്കാം. ഹാഗി എന്ന് പഠിച്ചത്. ഹാഗിയും പിന്നെ മറ്റത് വലിയ രാജ്യങ്ങൾ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, അതിൽ നിന്ന് കിട്ടും. BFC, ജിഗ് അങ്ങനെ പഠിക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഏകദേശം മാർക്കെല്ലാം അതിൽ നിന്ന് കിട്ടും. ഹിസ്റ്ററി പിന്നെ മാർക്ക് നിങ്ങളൊന്നും പേടിക്കണ്ട. അപ്പൊ ഇത് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വെറും നമ്മുടെ ഇത് മാത്രമാണ്. ഹിസ്റ്ററിയിൽ 5 മാർക്ക് മാത്രമാണ്. വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെയാണ്. അപ്പം ഇതേപോലെ ജിയോഗ്രഫി 5 മാർക്കുണ്ട്. ജിയോഗ്രഫി നമുക്ക് 5 മാർക്കുണ്ട്. ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. ഭരണഘടനയുണ്ട്, അല്ലേ. അങ്ങനെ എല്ലാം കൂടെ GKയും GSും കറണ്ട് അഫയേഴ്സും കൂടെ തന്നെ 50 മാർക്കുണ്ട്. 30 മാർക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നമ്മൾ PYQ വെച്ച് തന്നെ പോകുന്ന. പിന്നെ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക്, ഫുൾ ടോപ്പിക്ക് കേട്ടാ. അപ്പൊ ഇതിനെ ക്ലാസ് താല്പര്യമുള്ളവർ ഈ നമ്പർ ഇതാണ്, ഫസ്റ്റ് കമന്റ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. അഡ്മിന്റെ നമ്പറാണ്, കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്താൽ മതി. ജീതൻ ടാക്സിന് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CA കോഴ്സ് ഉണ്ട്. CA സ്പെഷ്യൽ ബാച്ച് ഉണ്ട്. എല്ലാം ബൂസ്റ്റർ ബാച്ച് തന്നെ. ഓക്കെ.